ഡ്യൂട്ടിക്ക് കയറാനുള്ള 7 മണി വരെ ഓഫീസിൽ ആരെങ്കിലും ഉണ്ടാവും. നമ്മളിത് ആദ്യമായിട്ടൊന്നല്ലോ. ഇത് വോട്ട്കെ മണ്ണമൊന്നും വരത്തില്ല. അല്ലേലും നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടിക്കാർക്ക് എന്തുവാ പ്രശ്നം? കാവലിരിക്കാന്ന് പറഞ്ഞപ്പോ ഉറങ്ങിയാ പോലെ. ഇതിപ്പോ ചേട്ടൻ നേരത്തെ വന്നോണ്ടല്ലേ. 7 മണി കഴിഞ്ഞിരുന്നെങ്കിൽ പതിവ് പോലെ എന്റെ റൂമിൽ ഇരിക്കായിരുന്നല്ലോ. വേണമെങ്കിൽ കുളിക്കുകയും ചെയ്യാം. വേണ്ട, ഇന്ന് കാറിലിരിക്കാം, അതാ സുഖം. അതെ, ഞാൻ എവിടെ പറഞ്ഞ കോപ്പിറൈറ്റ് ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഈ കഥ ആരുടെയെങ്കിലും പേരിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കഥയ്ക്ക് കോപ്പിറൈറ്റ് ആയി. പിന്നെ ആരാ കഥ എടുത്താലും അവൻ കുടുങ്ങും. അതുകൊണ്ട് ഞാൻ നമ്മുടെ കഥ നോവലായി പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് കഴിച്ചു. അയ്യോ, അപ്പൊ അത് നോവലായിട്ട് ആൾക്കാരൊക്കെ വായിച്ച സിനിമ കാണുമ്പോൾ ഒരു സുഖം പോകില്ലേ? അതിനൊരു സസ്പെൻസ് ത്രില്ലർ ഒന്നും അല്ലല്ലോ, ഒരു പാവം കുടുംബകഥയല്ലേ. പിന്നെ ഇത് അധികം ആരും വായിക്കാനൊന്നും പോകുന്നില്ല. നമ്മുടെ നാട്ടിലെ ചില ബുക്ക് സ്റ്റാളിൽ 2-3 കോപ്പി കാണും, അത്രേ ഉള്ളൂ. ചേട്ടനൊരു ബുദ്ധിരാക്ഷസം തന്നെ. അങ്ങനെ സൂചിപ്പിച്ചിട്ട് രക്ഷപ്പെടാന്ന് കരുതണ്ട. ഞാൻ അന്വേഷിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞു. അയ്യോ, അതൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ ഈ സീരിയലൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അത്യാവശ്യം പണിയൊക്കെ ഉണ്ട്. പക്ഷെ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റാ. വ്യത്യസ്തമായ മുഖങ്ങൾ വേണമെന്നവർ നന്നായിട്ട് അഭിനയിക്കുന്നവരായിരിക്കണം. ഞാൻ സിനിമ ചെയ്യുമ്പോ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണം, അതെനിക്ക് നിർബന്ധമാണ്. അല്ലാതെ ചെലവ് കുറയ്ക്കാനുള്ള നമ്പറൊന്നും അല്ലല്ലോ. എനിക്ക് മനസ്സിലായി. ഇവിടെ ട്രേഡ് സീക്രട്ട്. ഇനി രണ്ടാമത്തെ കാര്യം, മറ്റേ പാർട്ണറായിട്ടൊരു പ്രൊഡ്യൂസറുടെ കാര്യല്ലേ, അത് ഞാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ദുബായിലുള്ള ആൾ ഇതുവരെ വന്നിട്ടില്ല, അതാ. ശരി, അപ്പൊ ഞാൻ പോവാ. ഓഹോ, അപ്പോ ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നു, അല്ലാണ്ട് എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ? അതെന്നെ കാണണം, രാജൻ കേട്ടിട്ടില്ലേ? അംഗവും കാണാം, തളി ഓടിക്കാം, അംഗത്തട്ടിലെ പെണ്ണിനെ കാണാം. അല്ല, ഈ ഒരു അവസ്ഥയിൽ ഇന്നിനി പോണോ? ഒരു കുഴപ്പമില്ല. ഞാൻ നേരെ ആതിര ഹോട്ടലിൽ പോകും, അവിടെ പോയി കുളിക്കും. അവിടെ എന്റെ ഒരു പരിചയക്കാരൻ ഒരു സിനിമയുടെ എഡിറ്റിംഗ് നടത്തുന്നുണ്ട്, അതൊന്ന് കാണണം. അല്ല, ജോർജ് ചേട്ടന് ഇപ്പൊ എഡിറ്റിംഗ് കണ്ടിട്ട് ഇതിനാ? നമ്മളൊരു ബിസിനസ് ചെയ്യാൻ പോകുമ്പോ അതിന്റെ എല്ലാ വശങ്ങളും പഠിക്കണം. ഓഹോ, എന്നാ പിന്നെ ഡയറക്ഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാശും കൂടി ലാഭിക്കാലോ. ഒന്ന് ആലോചിക്കാവുന്ന കാര്യമാണ്. ബെസ്റ്റ്. അതെ, ഞാൻ പോവാ. അടുത്ത തവണ വരുമ്പോ കാണാം, സമയമായതുകൊണ്ടാ. പോട്ടെ.